നമസ്കാരം. എൻ്റെ ദൈവമേ, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. ഈ സഖാക്കന്മാരെയൊക്കെ 78% കനത്ത പോളിംഗ് കണ്ടപ്പോൾ എല്ലാവരും നെകളിച്ച് മറിയുകയാണ്. സഖാക്കൾക്കെല്ലാം ജനങ്ങൾ മെനക്കെട്ട് വോട്ട് കുത്താൻ ഈ ചൂടും വെയിലും ഒന്നും നോക്കാതെ ചെന്ന് ഇറങ്ങിയതാണെന്ന് അവർ വിചാരിക്കുന്നത്. പിന്നെ മെയ് 4 വരെ അങ്ങനെ വിചാരിച്ച് പ്രതീക്ഷിച്ച് പാവങ്ങൾ പൊയ്ക്കോട്ടെന്ന് വിചാരിക്കാം. എന്നാലും നമ്മുടെ വെറും മുകേഷ് അണ്ണനുണ്ടല്ലോ, സഖാവ് എം മുകേഷ് അണ്ണൻ്റെ കാര്യം പറയുന്നത്. പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം വലിയ കോമഡി പൊട്ടിച്ചു. ഏറ്റവും സന്തോഷകരമായ സുഖ സൗകര്യങ്ങളോടുകൂടിയ സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഒറ്റ തീരുമാനം എടുത്താൽ മതി. കോമഡി ആണെങ്കിലും കാര്യമാണ് പറഞ്ഞത്. നമുക്ക് സന്തോഷം വേണോ, സമാധാനം വേണോ, സുഖ സൗകര്യങ്ങളോടെയുള്ള ജീവിതം വേണോ എങ്കിൽ ഒറ്റ തീരുമാനം മതി, ഒറ്റ ചിന്ത മതി, ഒന്ന് ആലോചിച്ച് കുത്തിയാൽ മതി എന്നാ പറഞ്ഞത്. അതനുസരിച്ച് ജനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അണ്ണനും ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് എല്ലാവരും എടുത്ത് കാണും, ഞാനും എടുത്തിട്ടുണ്ട്. പിന്നെ മുകേഷ് അണ്ണൻ്റെയൊക്കെ മുന്നോട്ട് പോകലിന് സേഫ്റ്റിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെയാണ്. അതിനകത്ത് തർക്കിക്കേണ്ട കാര്യമില്ല. മുകേഷ് അണ്ണൻ അവിടെ കുത്തിയല്ലേ പറ്റുള്ളൂ. കാരണം മുകേഷ് അണ്ണൻ സംഭവിച്ചു തന്നില്ലെങ്കിലും നമുക്കൊക്കെ അറിയാം. പിന്നെ കേട്ടോ, കാര്യം ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ തുടർഭരണം വേണം. സൗകര്യങ്ങൾ ഇവർക്കൊക്കെ വേണമെങ്കിൽ തുടർഭരണം വേണം. പക്ഷെ ജനങ്ങൾക്ക് അത്യാവശ്യം ഇല്ലെണ്ണ. ജനങ്ങൾക്ക് ഒരാവശ്യമില്ല, ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പോയ കുറേ കാര്യങ്ങളുണ്ട്, ഒരു ലിസ്റ്റുണ്ട്. 78% പോളിംഗ് ഒക്കെ ഇത്രയും കനത്ത ചൂടിനും വെയിലിനും ജനങ്ങൾ അത് കാഴ്ച വെക്കണമെങ്കിലുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രകടനം ഇലക്ഷന് കാഴ്ച വെക്കണമെങ്കിൽ തീരുമാനിച്ചിറങ്ങിയതാ. ജനങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ. ഇറക്കാൻ വേണ്ടി തന്നെ ഒടുക്കത്തെ ഇരിപ്പായിരിക്കും ഈ 5-6 ദിവസം കൂടെ കസേരയിൽ എല്ലാവരും ഞെളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എഴുതി വെച്ചു. ഇതിനു മുമ്പ് കേരളത്തിൽ എന്നൊക്കെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ ഭരണത്തിൽ നിന്ന് അവരെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതാണ് ചരിത്രം, അതാണ് ഇപ്പോൾ ആവർത്തിക്കാനും പോകുന്നത്. അണയാൻ പോകുന്ന തീ ആളിക്കത്തുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ അവസാനിക്കാൻ പോകുന്ന ചിരിയുടെ കാര്യം. ഏറ്റവും വലിയ സസ്പെൻസ് ത്രില്ലർ സിനിമയേക്കാൾ കൂടുതൽ സസ്പെൻസും ഇമ്പാക്റ്റും ഉള്ള ഒരു സംഭവമാണ് ഈ ജനാധിപത്യത്തിന്റെ ഈ ഒരു മത്സരവും. സസ്പെൻസ് ത്രില്ലർ തന്നെ ആയിരിക്കും, പക്ഷെ വലിയ രീതിയിലുള്ള സസ്പെൻസിന്റെ കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജനങ്ങളൊക്കെ ഏകദേശം ഇതിന്റെ ക്ലൈമാക്സ് റെഡിയാക്കി വെച്ചിരുന്നത്, എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആണ്. ആര് വരും, ആര് വാഴും, ആര് വീഴും എന്നുള്ളതൊക്കെ ജനങ്ങൾ ഏകദേശം ഊഹിച്ച് തന്നെ വെച്ചിരിക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾക്കൊരു വല്ലാത്ത സസ്പെൻസ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു ത്രില്ലറായിരിക്കും നിങ്ങൾക്ക് ഈ ഇലക്ഷൻ. കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അവർ രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് പോയ വളരെ കുറച്ച് കാര്യങ്ങൾ: വൈദ്യുതി നിരക്ക് വർധന, വെള്ളക്കരം വർധന, കെട്ടിട നികുതി വർധന, നിർമ്മാണ പെർമിറ്റ് ഫീസ്, ഭൂനികുതി, അവശ്യ സാധനങ്ങളുടെ വില വർധന, ബാറുകളുടെ ക്രമാതീതമായ വർധന. നിങ്ങൾ പരിപോഷിപ്പിച്ചില്ലേ ബാറുകളെ, അത്, ശബരിമല കൊള്ള, കരുവന്നൂർ ബാങ്ക് കൊള്ള, PSC പിൻവാതിൽ നിയമനം, ബന്ധു നിയമനം, പിന്നെ ആശാവർക്കർമാരുടെ സമരം, PSC ഉദ്യോഗാർത്ഥികളുടെ സമരം, സ്വർണ്ണക്കടത്ത് കേസ്, രക്തസാക്ഷി ഫണ്ട്. സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിയെടുക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട് അല്ലേ അണ്ണ? അത് കർഷക ആത്മഹത്യകൾ, വ്യവസായികളുടെ ആത്മഹത്യകൾ, പോലീസ് സ്റ്റേഷനിലെ ക്രൂര മർദ്ദനകാലം, കസ്റ്റഡി മരണങ്ങൾ, വന്യജീവി ആക്രമണത്തിലെ വർധന, ലഹരിമരുന്ന് കേസുകളിലെ വർധന, ഗുണ്ടായിസത്തിലെ വർധന. പിന്നെ എത്ര കോടി, എത്രായിരം കോടി, എത്ര ലക്ഷം കോടിയാണ് ധൂർത്തടിച്ചത് എന്ന് വല്ല കണക്കുണ്ടോ? മുഖ്യമന്ത്രിയുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച കോടികൾ കൂടാതെയും ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി അനുഭവിച്ച, ആർമാദിച്ച, പൊടിച്ച കോടികൾ കൂടാതെ എത്ര കോടി പൊടിച്ചു? അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ കൊലപാതകം നടത്തിയിട്ട് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി പൊതുഖജനാവിൽ നിന്നും എത്ര കോടി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ചെലവാക്കി? ആരോഗ്യമേഖല നമ്പർ 1 എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ചികിത്സാ പിഴവുകൾ തുടർക്കഥയായ കാലമായിരുന്നു ഈ കഴിഞ്ഞ 5-6 കൊല്ലം. ആശുപത്രി കെട്ടിടം തകർന്ന് രോഗിയുടെ കൂട്ടിരിപ്പുകാർ മരിച്ച സംഭവങ്ങൾ എല്ലാം പോട്ടെ, എല്ലാം വിശദീകരിച്ചാൽ തീരില്ല. പൊതുകടം എത്രയാണ് എത്തിയത്? 4.8 ലക്ഷം കോടിയിൽ പൊതുകടം നിങ്ങൾ എത്തിച്ച ആ ഭരണ നേട്ടം. ഇത്തരം വലിയ വലിയ ഭരണ നേട്ടങ്ങളെല്ലാം മനുഷ്യർ കൃത്യമായിട്ട് മനസ്സിൽ രേഖപ്പെടുത്തിയിട്ട് തന്നെയാണ് വോട്ട് ചെയ്യാൻ പോയത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സസ്പെൻസ് നമുക്കില്ലെങ്കിലും സാധാരണക്കാർക്കില്ലെങ്കിലും നിങ്ങൾക്ക് വലിയൊരു സസ്പെൻസ് ഉണ്ടായിരിക്കും. അവസാനം ഇവിടെ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നു. അങ്ങനെ മെയ് 4-ാം തീയതി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കാര്യം ഇതിനപ്പുറത്തൊരു ജനാധിപത്യ പ്രക്രിയ, അതിന്റെ ഒരു രസം, ജനാധിപത്യത്തിന്റെ സകല രസങ്ങളും ജനങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരാണല്ലോ ആസ്വദിക്കുന്നത്. നിങ്ങൾ ആസ്വദിക്കാത്ത രസമില്ല. പിന്നെ റോഡ് നീളെ ഫ്ലെക്സ് വെക്കണമെങ്കിലും അതിന്റെ കോടികളും ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ ടെൻഷൻ ഇല്ലായിരുന്നു. അതും നിങ്ങൾക്കൊരു രസമായിരുന്നു. ഇലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാരുടെ കാശ് പൊടിച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ച് റോഡ് ഷോ ഒക്കെ നടത്തി അല്ലേ, വണ്ടിയൊക്കെ എടുത്ത് കുറെ നോട്ടീസൊക്കെ അടിച്ച് ആണികൾക്കും കുറെ കൊടുത്ത് ചെരുപ്പ് നക്കികൾക്കും കുറെ കൊടുത്ത് ഒരു രസം എല്ലാം തീരാൻ പോവാണെന്നാ പറഞ്ഞത്. സസ്പെൻസ് കഴിയാറായല്ലോ.
എവിടെ അവർക്ക് നമ്മൾ പറയുമ്പോഴത്തേക്ക് എവിടെയാണ് അവർക്ക് സന്തോഷം വരുന്നത്, ചിരി വരുന്നത്, ശ്രദ്ധിച്ചിരിക്കുന്നത്, ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ്. ഇതാ പറയുന്നത് നിങ്ങൾ എല്ലാവരും അടപടലം വിഡ്ഢികളാണെന്ന്, മണ്ടന്മാരാണെന്ന്. ഏതെങ്കിലും ജനങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് നിങ്ങൾ ചിരിക്കണേ എന്നുള്ള രീതിയിൽ ഒരു തമാശ നിങ്ങളങ്ങ് പറഞ്ഞാൽ കുറച്ച് അന്തസ്സുള്ള മനുഷ്യർ, മര്യാദയുള്ള മനുഷ്യരൊന്ന് ചിരിച്ചു തന്നെന്ന് വരും. അവർ ശ്രദ്ധിച്ചിരിക്കുന്നു, അവർ ചിരിച്ചു തരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളെ അവരങ്ങ് സ്വീകരിച്ചു, അംഗീകരിച്ചു എന്നല്ല. ഇത് തന്നെ പറയുന്നത്. വിവരം ഒറ്റ എണ്ണത്തിനും ഇല്ല. ആരെങ്കിലും ചിരിച്ചു കാണിച്ചോടനെ അവർ നമുക്കങ്ങ് കുത്തിത്തരുമെന്നാണ് വിചാരിക്കുന്നത്. മെയ് 4 വരെ 3-ാം തീയതി രാത്രി വരെ ഇതും പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ അണ്ണാ, ഈ രാഷ്ട്രീയത്തിൽ ബിംബങ്ങൾ ഉണ്ടാകുന്നതിനെയും ആ ബിംബങ്ങളെ ആരാധിക്കുന്നതിനെയും ഒക്കെ പറ്റി അണ്ണൻ എന്താ പറയാനുള്ളത്? ബിംബങ്ങളൊക്കെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ബിംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് വാഴ്ത്തുപാട്ടുകാരിലൂടെയും അടിമകളിലൂടെയും ഒക്കെ. ഒരു ദിവസം വന്നിട്ട് എന്നെ ഒരു ബിംബമാക്കേ എന്ന് പറയുന്നതല്ലോ. കൊള്ളാം. എന്നെ ഒരു ബിംബമാക്കേന്ന് പറയുന്നതല്ലല്ലോ എന്നോ, പറഞ്ഞില്ലെന്നോ. ഈ എഴുത്തുകാർക്ക് കൂലിക്കാണ് അവരെഴുതുന്നത് എന്നുള്ള കാര്യമൊക്കെ പുറത്ത് വന്നായിരുന്നോ? വാഴ്ത്തുപാട്ട് എഴുതിയവന് ജോലി കൊടുത്ത കാര്യവും അതിന്റെ സംഭവമൊക്കെ അറിഞ്ഞായിരുന്നോ അണ്ണൻ? ഇങ്ങനെയൊക്കെയാണ് ബിംബങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബിംബങ്ങളെ ആരാധിക്കാൻ തയ്യാറാകാത്തവർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പണി കൊടുക്കുകയും ചെയ്യും. എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള കഠിനാധ്വാനവും വിശ്വാസവും ജനങ്ങളുടെ ഇടയിലേക്ക് മനസ്സിലേക്ക് അങ്ങോട്ട് പതിപ്പിച്ച് കഴിയുമ്പോഴാണ് ഒരാളൊരു ബിംബമാവുന്നത്. അണ്ണാ, നിങ്ങൾ സിനിമയിൽ മാത്രമല്ല കേട്ടോ, നിത്യജീവിതത്തിൽ വലിയൊരു കോമഡി താരം തന്നെയാണ്. നിങ്ങളുടെ ആ നർമ്മത്തിന്റെ സെൻസിനെ ഉണ്ടല്ലോ ഞങ്ങൾ സമ്മതിച്ചു തന്ന്. കുറെ നാളുകളോട് അങ്ങനെ പരിശ്രമിച്ച് സന്നിവേശിപ്പിക്കുന്നതാണ് അല്ലേ? ബിംബമാകാനുള്ള പ്രയത്നം അങ്ങനെയാണ്. എന്തുവാ സന്നിവേശിപ്പിച്ചത്? നിങ്ങൾ റോഡ് നീളെ ഫ്ലെക്സ് വെച്ചിട്ട് നിങ്ങൾ തന്നെ കുറെ വാഴ്ത്തുപാട്ടും പാടി നടന്ന ഒരു ബിംബമായിട്ട് ജനങ്ങളുടെയൊക്കെ മനസ്സിൽ കിടക്കും. ജനങ്ങളെല്ലാം പൂവിട്ടങ്ങ് പൂജിച്ച് കളയെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്നെ ബിംബമാക്കരുത്, ഞാൻ അങ്ങനെ സൈഡിൽ കൂടെ പോകാന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ബിംബം എന്നെ ബിംബമാക്കാന്ന് പറയുന്നത് തെറ്റ്. ആയി പോയി കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ. ഒരാൾ ബിംബമായി പോയി കഴിഞ്ഞാൽ അയാൾ അങ്ങ് ബിംബമായിട്ട് തുടർന്നോട്ടെ. അതിനകത്ത് നമ്മൾ അഭിപ്രായം ഒന്നും പറയണ്ടെന്നല്ലേ? അപ്പൊ പിണറായി വിജയൻ എന്ന ബിംബത്തെ നമ്മളെല്ലാവരും ആരാധിക്കാൻ ഇനി തയ്യാറായിട്ടിരുന്നോളൂ അല്ലേ? നല്ല കിടിലൻ കോമഡി. 2026 ഏറ്റവും മികച്ച കോമഡി ആയിട്ട് ഇത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. കോമഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ അടുത്ത കൊമേഡിയൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ. വി വി രാജേഷ് എവിടെ നിൽക്കുന്നു? ഞാൻ എവിടെ നിൽക്കുന്നു? വി വി രാജേഷ് എവിടെ നിൽക്കുന്നു? അണ്ണൻ എവിടെ നിൽക്കുന്നു? അതൊരു ചോദ്യമാണ്. അയാള് ഞാൻ 95-2000 മേയറായ ആളാണ്. അത് ശരി. 95 തൊട്ട് 2026 ജനുവരി വരെ അണ്ണനാ മേയർ. അണ്ണനായിരുന്നു അല്ലേ? ഒരു മാന്യതയില്ലേ കാര്യം, ഒരു നടപടിക്രമമില്ല നാട്ടിൽ. മാന്യതയെക്കുറിച്ചും നടപടിക്രമത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി ഇനി പിടിച്ചു നിർത്താൻ പറ്റൂല. മാന്യതയെക്കുറിച്ചും നടപടിക്രമത്തെക്കുറിച്ചും ഒക്കെ ഏറ്റവും വാചാലനായിട്ടുള്ളതും വാചാലനാകാൻ യോഗ്യതയുള്ളതും ശിവൻകുട്ടി അണ്ണൻ തന്നെ. ഞങ്ങൾ പല പ്രാവശ്യം അത് സമ്മതിച്ചു തന്ന്. അതിനെക്കുറിച്ച് ഇനി മിണ്ടരുതേ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോർപ്പറേഷനിലും BJP വന്നെന്നുള്ള കാര്യം സത്യം. അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ജനാധിപത്യപരമായി അക്സെപ്റ്റ് ചെയ്യുന്നു. അതെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ BJPക്ക് ഞങ്ങൾക്ക് കോർപ്പറേഷൻ കൊടുക്കേണ്ടി വന്നു. ജനങ്ങളോ അല്ല BJP ഒന്നും ചെയ്യാതെ തന്നെ ആയാസരഹിതമായിട്ട് കോർപ്പറേഷൻ അവർക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചു. ആ പ്രത്യേക സാഹചര്യം എന്താണെന്ന് അണ്ണൻ അറിയാമെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ അണ്ണൻ മര്യാദയെക്കുറിച്ചും മാന്യതയെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങിയതുകൊണ്ട് അത് മുഴുവൻ കേൾക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടും ചൂട് അസഹനീയമായതുകൊണ്ടും നിർത്താം.